സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൃഷിനാണെങ്കിൽ ബോധം വീണതിന് ശേഷം കൃപമോൾ ഏരിപിരി കയറ്റി കൊടുക്കുന്നു. അതായത് നേരം വെളുക്കുന്നതുവരെയും കൺമണി ഇവിടെ ഉണ്ടായിരുന്നെന്നും അച്ഛനും മോനും കൂടി കാണിച്ചു കൂട്ടിയതെല്ലാം കൺമണി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സൂപ്പർ കൺമണി ആയതുകൊണ്ട് കിട്ടാനുള്ളതെല്ലാം ഒന്നു വിടാതെ പോയി മേടിച്ചോളാൻ പറയുന്ന സമയത്ത് കൃഷി ഒന്നും കൂടി ഉറപ്പിക്കുന്നു. സത്യമാണോ ഈ പറഞ്ഞത്? നേരം വെളുക്കുന്നതുവരെയും കൺമണി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കുടിച്ചിട്ട് വന്നതും പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ കണ്ടു കാണുമല്ലേ? പിന്നില്ലാതെ. അതേസമയം സാഗറാണെങ്കിൽ സുജിയെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്. ഓഫീസിൽ നടന്ന പ്രശ്നങ്ങൾ കൃഷോ ബലരാമനോ അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ച പ്രശ്നങ്ങളല്ല. ജയമോഹനും അതുപോലെ തന്നെ മാനസയും കൂടി ചേർന്ന് ഒപ്പിക്കുന്ന പരിപാടിയാണ്. നമ്മുടെ കുടുംബത്തെയും അതുപോലെ തന്നെ അലികയും തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സത്യമാണോ സാഗർ ഈ പറയുന്നത്? പിന്നല്ലാതെ സംശയമുണ്ടെങ്കിൽ ദേവ്ജിയെ വിളിച്ച് ചോദിച്ചു നോക്ക്. മാനസയും ജയമോഹനും രണ്ടുപേരും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണ്. ബലരാമൻ മാനസയെ വിവാഹം കഴിക്കാൻ രജിസ്റ്റർ ഓഫീസിൽ വരെ വന്നിട്ട് ആ വിവാഹം മുടങ്ങിയതിൻ്റെയും കൂടെയൊക്കെ കലി തീർക്കുന്നതാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പം സുജിയും പഴയ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് അത് ശരിയാണെന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അതേസമയം കൺമണിയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുകുന്ന സമയത്ത് ഉണ്ണി നമ്പൂരിയെ കാണുന്നുണ്ട്. അപ്പോൾ ഉണ്ണി നമ്പൂരി കൺമണിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കൺമണി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉണ്ണി നമ്പൂരി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെങ്കിൽ കൺമണി കൃഷിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൃഷി അധികം താമസിക്കാതെ കൺമണിയുടെ മുമ്പിൽ വന്ന് മാപ്പ് അപേക്ഷിച്ചിരിക്കും. ഇത് ഞാൻ പറയുന്ന വാക്കാ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കൺമണിയാണെങ്കിൽ റോഡിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് കൃഷി കാറിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൺമണി എന്ന് വിളിക്കുമ്പോൾ കൺമണി ഇച്ചിരി ഗൗരവം കാണിച്ച് നിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ കൃഷി ആണെങ്കിൽ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിക്കുന്നത് പോലെ ഏത്തമിടുന്നു. അത് കണ്ട് വഴിയെ പോകുന്നവരെല്ലാവരും കൃഷിനെ തന്നെ നോക്കുന്നുണ്ട്. കൃഷി നടു റോഡിൽ നിന്നുകൊണ്ടാണ് ഏത്തമിടുന്നത്. അന്നേരം കൺമണിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. കൺമണിയാണെങ്കിൽ ചിരിച്ച് കൃഷി ചെയ്ത ആ തെറ്റങ്ങ് ക്ഷമിച്ചു കൊടുക്കുന്നു. എങ്കിലും കൺമണി ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാതെ അടങ്ങില്ല. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.